ഈ കൂട്ടുകാരെ ഇനൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പരിപ്പ് കറിയും ചോറും കിട്ടുമായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറ് ഞാൻ സാധാ റേഷൻ അരി ഇട്ട് ചോറാണ് വെച്ചിരിക്കുന്നത്. കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചോറ് സ്കൂളിൽ നിന്ന് മേടിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഉമ്മയൊക്കെ ആയിട്ട് കച്ചറയായിരിക്കും കേട്ടോ. കാരണം ചൂടുള്ള ചോറ് സ്കൂളിൽ നിന്ന് വാങ്ങി കഴിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ കച്ചറ. 10th വരെയായിരുന്നു ചോറ്. +2 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരു 6ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കഴിക്കാന്ന് വെച്ചാൽ കുറേ ലോങ് ആയിരുന്നു കേട്ടോ. ഒരു 2.5 കിലോമീറ്റർ ലോങ്ങിലൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് പോയി കഴിക്കാനൊന്നും പറ്റൂല. അടുത്തുള്ള വീടുള്ള കുട്ടികളൊക്കെ പോയി കഴിക്കും. അപ്പം ഞങ്ങൾ കൊണ്ടുവരുന്നത് കാന്താരി മുളകായിരുന്നു. ഇതുപോലെ കാന്താരി മുളക് കൊണ്ടുപോകും. എന്നിട്ട് ചോറിൽ ഇങ്ങനെ പൊട്ടിച്ച് കൂട്ടുകാരും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ സ്കൂളിലെ കറിക്കൊന്നും അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് കുറഞ്ഞ പച്ചക്കറിയാണ് നമുക്ക് വേണ്ടത്. ഇത്ര പോലും പച്ചക്കറി ഉണ്ടാവില്ല കേട്ടോ. ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് പരിപ്പായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും പച്ചക്കറിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചോറ് ഞാൻ ആക്കിയിട്ടില്ല. ചോറാക്കുന്നത് വെച്ചാൽ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ചോറും ഈ കറിയും ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് പരിപ്പാണ്. കുറച്ച് വലിപ്പം കൂടിയൊരു പരിപ്പാണ് കേട്ടോ നമ്മളെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്നത്. വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പരിപ്പ് കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ തമിഴ്നാട്ടിൽ കിട്ടുന്ന പരിപ്പ് കറിയും ചോറുമാണ്. കേരളത്തിൽ കിട്ടുന്നത് ചെറുപയറും കഞ്ഞിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന സമയത്തൊക്കെ എനിക്ക് ഇതിൻ്റെ ഒരു എവിടുന്നോ ഒരു കൊതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കിത് അനിയത്തി അവൾ ടീച്ചറാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ദിവസം കൊണ്ടു തന്നിട്ടൊക്കെ ഞാൻ അങ്ങനെ കഴിക്കാമെന്നല്ലാണ്ട് എനിക്ക് ഭയങ്കര ഒരു ത്രില്ലായിരുന്നു ഈ കറീനെ കുറിച്ചൊന്ന് അറിയണം, ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ. പക്ഷെ ഒരു സാഹചര്യത്തിൽ എനിക്കിത് പഠിക്കാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമാണ്. ഒരു കുക്കർ ഇതുപോലെ ചൂടാകാൻ വേണ്ടി അടുപ്പിൽ വെക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അല്ല കേട്ടോ ഇതിൽ ഉപയോഗിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോൾഡ് വിന്നറോ അല്ലെങ്കിൽ സൺഫ്ലവറോ ആണ് നമ്മൾ ഇതിൽ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ഇതുപോലെ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി ഇത്ര മാത്രം മതി കേട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ബാക്കി നമുക്ക് സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് ഞാനിതാ ഒരു സ്പൂണിന് കുറച്ചാണ്, അത് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ എത്രത്തോളം സാമ്പാർ പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂപ്പിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. നല്ല ചൂടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ പച്ചക്കറി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ പരിപ്പും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിയും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3-4 വിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ചെയ്താൽ മതിയേ. കാരണം നന്നായിട്ട് പച്ചക്കറിയും പരിപ്പൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അധികം കട്ടിയായിട്ടല്ല ഉണ്ടാവുക, നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ആവിയെല്ലാം പോയതിന് ശേഷം ഞാൻ കറി എടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കുറുകിയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് കഴിക്കാനായിട്ട് സെയിം ആ വിസിലൊക്കെ വരുന്ന സമയത്ത് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ക്ലാസ് റൂം ഉണ്ടല്ലോ, ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത റൂമിൽ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ബിൽഡിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 12 മണിയാവുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സ്മെല്ലൊക്കെ വരും. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നമ്മൾ ആ വിശന്നിരിക്കുന്ന സമയത്തൊക്കെ ഈ സ്മെല്ല് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്മെല്ല് തന്നെയാണല്ലോ. അപ്പം ബെല്ലടിക്കാൻ കാത്തു നിൽക്കും, ഓടിപ്പോയിട്ട് ചോർക്കം മേടിക്കാൻ. കറി ഒഴിച്ച് തന്നാൽ എത്ര ആയിട്ടുണ്ടെങ്കിലും മതിയാവൂല കേട്ടോ. വീണ്ടും വീണ്ടും പാത്രം കൊണ്ട് അവരെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. അവർക്ക് ഒരു പരിധി ഉണ്ടല്ലോ കറിയൊക്കെ ഒഴിച്ച് തരുന്നതിന്. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അതേ ഒരു ഫീല് വരും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.